ഹെയർ എക്സ്റ്റൻഷൻ നമ്മൾ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നതാണല്ലോ. ചെയ്യാൻ നല്ല ഭംഗിയുമാണ്. അതൊരു 3 മാസം കഴിയുമ്പോൾ ഭയങ്കരമായി ബോറാകും. കാരണം നമ്മുടെ മുടി വളരുമ്പോൾ എക്സ്റ്റൻഷൻ ചെയ്ത മുടിയും കൂടി താഴോട്ട് വരും. അത് വീണ്ടും എടുത്ത് മുകളിലോട്ട് വയ്ക്കണം. അതിനാണ് സർവീസ് ചെയ്യണമെന്ന് പറയുന്നത്. പല പല എക്സ്റ്റൻഷൻ ഉണ്ട്. കാര്യം നാനോ റിംഗ് എക്സ്റ്റൻഷൻ ഉണ്ട്, മൈക്രോ റിംഗ് എക്സ്റ്റൻഷൻ ഉണ്ട്, വെഫ്റ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്, മൈക്രോ കെരാറ്റിൻ എക്സ്റ്റൻഷൻ ഉണ്ട്, ഫെദർ ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ട്, പിന്നെ ഐസ് ജെൽ എക്സ്റ്റൻഷൻ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള എക്സ്റ്റൻഷനും ഉണ്ട്. അത് നമ്മളൊരു 3 മാസം കഴിയുമ്പോൾ സർവീസ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ബോറാണ്. അത് നിങ്ങൾ വരുന്ന കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 3 മാസം കഴിയുമ്പോൾ സർവീസ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് 6 മാസം കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താലും മതി. കാരണം ചിലവരുടെ മുടി വളരെ സാവധാനം വളരും, ചിലരുടെ മുടി വളരെ സ്പീഡിലായിരിക്കും വളരുന്നത്. അപ്പോൾ അവർക്കൊരു 3 മാസമേ ഇരിക്കാൻ പറ്റുള്ളൂ, ചിലർക്ക് 6 മാസം വരെ ഇരിക്കും. പിന്നെ ആ മുടിയൊക്കെ വളരുന്നത് ഓരോരുത്തരുടെ ജെനറ്റിക്സ് അനുസരിച്ചാണ്. പിന്നെ ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. എല്ലാ ആൾക്കാരും വയ്ക്കുന്നവരും നന്നായിട്ട് പഠിക്കും, അല്ലാതെ വെറുതെ വയ്ക്കുന്നതല്ല. പിന്നെ നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് സർവീസ് ചെയ്യണമെന്നും. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് കൺഫ്യൂഷൻ വരുന്നത്. പിന്നെ വേറെ സ്ഥലത്ത് പോയി ചെയ്താൽ ജീവിതകാലം അവസാനം വരെ ഇങ്ങനെ ഇരിക്കുമെന്നാണ് കസ്റ്റമറുടെ വിചാരം. അങ്ങനെയൊന്നും ഒരിക്കലും ഇരിക്കത്തില്ല. അത് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ എവിടെ പോയി ചെയ്താലും ഇതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ ചെയ്യുന്ന ആൾക്കാർ അവരോട് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പാര പണിയാൻ ശ്രമിക്കാതെ ക്ലയൻറ്റിനോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഏത് എക്സ്റ്റൻഷൻ വെച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.